ഞാൻ പ്രൈവറ്റായിട്ട് സ്പോട്ട് ചെയ്ത് വെച്ച സ്ഥലങ്ങളാണ് ഇവർ വന്ന് ഇവിടെ കൊളാക്കുന്നത്. പക്ഷേ ഇത് ഏത് കാട്ടിൽ പോയാലും ആൾക്കാരാണല്ലോ. അവിടെ ഒരു താറ് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഹൈ റേഞ്ചിൽ മറ്റേ പറഞ്ഞ സ്ഥലത്തെത്തി. പക്ഷേ ഇവിടെ വരെ നേരത്തെ അത്യാവശ്യം വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയി. അങ്ങ് നമുക്ക് ശ്രദ്ധിച്ചാൽ കുറച്ച് വെള്ളടിയൊക്കെ ആയിട്ട് 2-3 വണ്ടിയുണ്ട്. ഇങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ വരും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പഴയ വണ്ടി എടുത്തത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല, എന്നാലും തട്ടാണ്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ചെറുതായിട്ട്. കണ്ടില്ലേ, തട്ടിയില്ലേ? ആ ചേട്ടന്മാരാണ് അവിടെ വെള്ളടിയും പരിപാടിയായിട്ട്. എങ്ങനെ ഉണ്ടോ തണുപ്പ്? എങ്ങനെ ഉണ്ടോ? ഇവിടെ നിന്ന് മെയിൻ റോഡ് കയറി നേരെ വിടുന്നു. പറ്റുന്നില്ല. ഇത് വലിയൊരു കുഴിയായിരുന്നുടോ. അത് വലിയൊരു കുഴിയായിരുന്നു. അങ്ങനെ ഞാനൊരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, വരാൻ നേരത്തെ സുഹൃത്ത് പറഞ്ഞു, നിനക്ക് കോട്ടൊക്കെ അയച്ചു മാറ്റിയിട്ട് മഴയിലും മഞ്ഞിലൊക്കെ നനഞ്ഞോട് നിനക്ക് ആ ഒരു മല കയറാൻ പറ്റുമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി അല്ലേ, ആയിക്കോട്ടെ എന്ന്. പക്ഷേ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാനിപ്പം നനഞ്ഞ്. അപ്പോൾ എന്തായാലും ഞാൻ കയറാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം മഞ്ഞും തണുപ്പാണ്. വേനൽക്കാലത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് നല്ല തണുപ്പാണ്. ഇപ്പോൾ മഴയും പെയ്തുകൊണ്ടുണ്ട്. മൊത്തത്തിൽ നനഞ്ഞ് ഒരു വിധമാവും. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. നമുക്ക് ആ മല എന്തായാലും കയറാം. അവിടെ നമുക്ക് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും. ആ മല ഇപ്പം കോടമഞ്ഞിൽ ഏകദേശം മുങ്ങിക്കിടക്കുവാണ്. അപ്പം മൊത്തത്തിൽ മഞ്ഞാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ മഴയും നല്ല രീതിയിൽ ഇത്രയും നേരം പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോയി വീണ്ടും പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. വണ്ടി നമ്മുടെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ പാർക്കിങ്ങിന് അവിടെ പോയിട്ട് അവിടെ നമുക്ക് നനഞ്ഞുകൊണ്ട് മുകളിലോട്ട് കയറാം. ഞാൻ വണ്ടി എടുത്ത് പോകുന്ന നേരത്ത് തന്നെ മൊത്തത്തിൽ കാറ്റൊക്കെ വന്ന് മഞ്ഞിൽ മൂടി കിടക്കുവാണ് ഈ റോഡ്. എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും. അപ്പോൾ യാതൊരു നിമിഷത്തിലും മഞ്ഞ് വരും, യാതൊരു നിമിഷത്തിലും മഴ വരും എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഈ അറേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഒരു ഹെൽമെറ്റ് നമ്മൾ ഇതിനെ ബൂട്ട് സ്പേസിൽ ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറാമല്ലേ? ഇവിടെ അത്യാവശ്യം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വന്ന വണ്ടികളൊക്കെയാണ് ഒരുപാടുള്ളത്. മലമുകളിലൊക്കെ കോടമഞ്ഞ് ഏകദേശം കയറി. നമുക്ക് ഈ വഴി പോകാം. നമ്മളൊരു പണി ചെയ്യാം. കാരണം ഈ മല കയറി പോകുന്നത് അത് വലിയ ടാസ്ക് പിടിച്ച പരിപാടിയൊന്നുമല്ല. പക്ഷേ ഈ മലയിൽ നമ്മൾ മറ്റൊരു മലയിലോട്ട് പോകും. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ചെങ്ങ ഈ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവന് നിനക്ക് നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? നടക്കാൻ കുഴപ്പമില്ലല്ലേ? സോ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാരണം ഈ വഴിയിലൂടെ ആരും അങ്ങനെ കയറി പോകത്തില്ല. ഇവിടെ കയറി വരുന്ന ആ ഒരു പോർഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ആ പോർഷൻ എന്നല്ലേ കയറി പോകുന്നത് എല്ലാവരും ഓൾമോസ്റ്റ്. നല്ല കോടമഞ്ഞ്, നല്ല അടിപൊളി വൈബാണ്. സന്ധ്യാസമയം 5 മണിയായി. വീട്ടിൽ പോകുന്ന നേരത്ത് നാളെ എന്തായാലും എനിക്കൊരു പനി, ഫീവർ അത് ഉറപ്പായിരിക്കും. മഴ ശക്തമായിട്ട് പെയ്തെങ്കിൽ ഈ ഒരു ക്ലൈമറ്റായും കുഴപ്പമില്ല. നിനക്ക് തണുക്കുന്നുണ്ടോ? ഏകദേശം മുകളിലോട്ട് വന്ന് അടിയിൽ നിന്ന് നല്ല ശക്തമായിട്ടാണ് കാറ്റ് മുകളിലോട്ട് അടിച്ച് കയറി വരുന്നത്. ഹലോ, തണുക്കുന്നുണ്ടോ? നിൻ്റെ തണുപ്പ് എങ്ങനെയാണോ അതനുസരിച്ചാണ് എൻ്റെ തണുപ്പിൻ്റെ കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ കാറ്റും മഴയല്ലേ, കൂട്ടത്തിൽ കോടമഞ്ഞും. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അങ്ങോട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റൊരു മലയിലോട്ട് പോവുകയാണ്. സമയം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എങ്ങനെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് ഇരുട്ടുമോ? സാധ്യത കുറവാണല്ലേ? ഇപ്പം നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. മൊത്തം മഞ്ഞിൽ മൂടി കിടക്കുവാണ്. ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങോട്ടൊക്കെ നേരെ കൊക്കയല്ലടാ. അവിടെ ഒരു പക്ഷേ ഹെൽമെറ്റ് വീണായിരുന്നു. ഓർമ്മയുണ്ടോ? വഴി ഇത് തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? അവിടെ മറ്റൊരു വഴി കൂടെ കാണുന്നുണ്ട്. വീണ്ടും ഒരു ശക്തമായ മഴ വരുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പാട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെടിയുടെ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഹലോ, അയ്യോ നിനക്ക് കോട്ടിട്ടിട്ട് തന്നെ ഇങ്ങനെ തണുക്കുന്നുണ്ട്. അപ്പൊ ആണോ? നനയുന്നുണ്ട് ഉള്ളില്? ഇത് പണി പാടുന്നാണ് തോന്നുന്നത്. മൈക്കുണ്ട്. മൈക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്കണക്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, താഴോട്ട് മൊത്തം കോടമഞ്ഞിൽ നിറഞ്ഞിരിക്കുമോ. വ്യൂ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ മഴയും. മുന്നോട്ട് പോവല്ലേ? അൺഎക്സ്പെക്റ്റഡ്. ഇത്രയും തണുപ്പുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്കളോ?
ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. തണുപ്പുള്ളത് അത് നോർമൽ തണുപ്പ് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഈ മഴയും കൂടെ പെയ്താലാണ് അവസ്ഥ മാറുന്നത്. എന്തായാലും ഞാൻ മൈക്ക് ഡിസ്കണക്ട് ചെയ്ത് വെക്കട്ടെ, ഇല്ലെങ്കിൽ അടുത്ത നമ്മുടെ ആദ്യത്തെ ഒരു മൈക്ക് പോയായിരുന്നു വെള്ളത്തിൽ, ഇത് രണ്ടാമത് മേടിച്ചതാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഇത്, ഈ ഒരു വശത്തു നിന്നാണ് കാറ്റ് മഴയും രണ്ട് അടിച്ചു കയറി വരുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലെ ചെവിൻ്റെ ഉള്ളിലോട്ടാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ചെവി ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ രീതിയിൽ മഴ പോയി, ഞാൻ ആൾമോസ്റ്റ് ഫുള്ള് നനഞ്ഞു കേട്ടോ. അടുത്തൊരു മല കയറും കേട്ടോ. നമ്മൾ നടന്ന് ഏകദേശം കുറച്ച് ദൂരം നടന്നത്തേനും ആ ഒരു മല എത്തി. അപ്പം ഇത് കുറച്ചും കൂടെ കയറാനുണ്ട്. ഒന്നും കാണാൻ സാധിക്കുന്നില്ല, മൊത്തം കോടമഞ്ഞാണ്. യെസ്, അങ്ങനെ നമ്മൾ മുകളിലെത്തി. അയ്യോമേ, ഇത് കണ്ടില്ല, ഒന്നും കാണാൻ സാധിക്കുന്നില്ല, മൊത്തം കോടമഞ്ഞ. നമ്മളെത്തി, ശരിക്കും എത്തി. ആ അയ്യോ, ഇവിടെ ആരോ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടല്ലോ, കുക്കൊക്കെ ചെയ്താന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് ഈ വഴിയിൽ വന്ന് നമ്മളെ യൂഷ്വലായിട്ടുള്ള സ്പോട്ടാണ് ഇത്. ഇതാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പാറക്കല്ലാണ്. താഴെ നല്ല കുത്തനെ ഉള്ള ഒരു കൊക്കയാണ്. മൊത്തം മഞ്ഞിൽ മൂടി നിൽക്കുന്നുണ്ട്, നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ സാധിക്കാത്തതാണ്. അപ്പോൾ എൻ്റെ കോലം ഇപ്പം ഇതാണ്, കണ്ടില്ലേ? ഈ കറുത്ത ഡ്രസ്സ് ആയതുകൊണ്ട് എത്രത്തോളം നനഞ്ഞു എന്നുള്ളത് കാണാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? ആ, പിന്നെ അങ്ങോട്ടും അത്യാവശ്യം കൊക്കയാണ്. അങ്ങോട്ട് കണ്ടില്ലേ, നാരോ ഒരു വഴിയാണ്, ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മലയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കയാണ്. കാറ്റത്താ പറയാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് കവറാണ്, നമ്മൾ തിരിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോയിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യും. എടുത്തോ, എന്താണ് അവസ്ഥ? അവർ പേപ്പറിൽ പൊതിഞ്ഞു, അത് വേണ്ടായിരുന്നു. കാരണം ബജ്ജിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലേ? അതെ, ഷെറ്റ്. ഇത് പേപ്പറാണോ? ഇത് ആക്ച്വലി പേപ്പറിൽ പൊതിഞ്ഞ് വന്നതാണ്. ചെറിയ രീതിയിലുള്ള പേപ്പറിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആവാത്തൊരു സൈഡിൽ നിന്നൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാം. സൂക്ഷിച്ച് കഴിച്ചാൽ മതി. വിശപ്പ് കാരണേ, പിന്നെ തണുപ്പുമല്ലേ. ഇവിടം വരെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറാണ്ട് പോയാൽ എങ്ങനെയാണ്? പയ്യെ നമുക്ക് കയറാം. ദൈവമേ, ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ടവൻ്റെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പുറകിൽ മറ്റൊരു ക്യാമറയായിട്ട് റൌഫ് അവിടെ നിൽപ്പുണ്ട്. വരച്ചാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കാലിൻ്റെ പൊസിഷൻ കണ്ടാലറിയാം. അപ്പുറം മലയിൽ നിന്ന് കൂവുന്ന ആൾക്കാരുടെ ശബ്ദം കേൾക്കാവോ കേട്ടോ. അപ്പോൾ ഈ സ്ഥലം എവിടെ വരുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലാണ്. മൂടിಗೆರೆ എന്ന് പറഞ്ഞ താലൂക്കിലാണ്. ദേവരമന എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിനോട് സംബന്ധപ്പെട്ട ഒരു 10 ഏക്കറോളം ഉള്ള മലയൊക്കെ, ഈ 10 ഏക്കറോളം വരുന്ന മലയൊക്കെ ഈ ക്ഷേത്രത്തിന് സ്വന്തമാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് യാതൊരു രീതിയിലുള്ള ഫോറസ്റ്റുകാരുടെ പെർമിഷനൊന്നും ഇല്ലാണ്ട് ഈ ഒരു മലയിലോട്ട് വരാൻ സാധിക്കുന്നത്. എന്തായാലും തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നു, കോടമഞ്ഞ് മാറി കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ മൊത്തം മഞ്ഞിൽ മൂടി കിടക്കുവാണ്. അങ്ങോട്ടൊക്കെ മഞ്ഞ് മാറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രെയിമായിരുന്നു. മൊത്തം പച്ചപ്പൊക്കെ ആയിട്ട്. ജൂൺ മാസം ആണെങ്കിലും ഒരു 2-3 മാസം മുമ്പ് തന്നെ മഴയൊക്കെ പെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പുല്ലൊക്കെ അപ്പം തന്നെ കിളിർത്ത് വന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട്.
പക്ഷേ ഈ മഞ്ഞ് മാറിയാലേ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. കണ്ടില്ലേ, കാറ്റത്ത് അടിച്ച് കയറി വരാൻ നേരത്ത് ചെറിയൊരു സ്പേസ് പോലെ കാണും. ഇപ്പോൾ ഒരു കാറ്റ് വീശുന്നുണ്ട്, ഇപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ചെറുതായിട്ട് കാണാം. ഇത് അവിടെ നമ്മുടെ റൗഫ് പോകുന്നു. കണ്ടു അടിപൊളി അല്ല അടിപൊളി. കണ്ടില്ലേ, ഇത്രയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, മഞ്ഞിൽ വന്ന് വീണ്ടും മൂടി. ഈ ഒരു ചെറിയ ഒരു സമയം കിട്ടിയോളൂ അതില്ലേ. അപ്പോഴത്തേനും മൊത്തം മഞ്ഞിൽ മൂടി, വ്യൂ ഒക്കെ ക്ലോസായി. ഇനി ഇങ്ങനെ മഞ്ഞിൽ തന്നെ പോകണം. ആ മുമ്പിൽ നടന്നു തുടങ്ങി കേട്ടോ. യെസ്, അടിപൊളി. മഞ്ഞൊക്കെ മാറിട്ടോ. ചെറിയൊരു കണ്ടില്ലേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. ഇത് മാറിയതുകൊണ്ട് ഇത് കാണാൻ സാധിച്ചു. അടിപൊളി കേട്ടോ. നല്ല അടിയിൽ നിന്ന് കാറ്റ് എന്ത് സ്പീഡിൽ അടിച്ച് കയറി വരുന്നതെന്ന് ഈ മഞ്ഞ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. അടിപൊളി. മെൻ്റലി സ്റ്റാറ്റിഫൈഡ് ആണ് അല്ലേ? ഹാപ്പി അല്ലടാ? എന്താ ഒരു മുളലിന് ഒരു ലാഗ്. അവനും റെയിൻ കോട്ട് എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇരുട്ടി തുടങ്ങി കേട്ടോ. ഇരുട്ടിയ പിന്നെ ഇവിടെ പ്രശ്നമുണ്ട്. സീരിയസ് ആയിട്ട് പറയുന്നതാണ്. റോഡ് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഒരുപാട് ഈ നടക്കുന്ന വഴിയുണ്ട്. ഒന്നാമത് മനുഷ്യന്മാർ നടക്കുന്നുണ്ട്, ഇവിടെ മെയ്യുന്ന പശുക്കൾ നടക്കുന്നതുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ നടക്കുന്ന വഴിയിലൂടെ എത്തിയാലും നമ്മൾ പാർക്ക് ചെയ്ത വണ്ടിൻ്റെ അവിടെ എത്തുള്ളൂ. പശുക്കൾ നടക്കുന്ന വഴിയിലൂടെ എത്തി പശുവിൻ്റെ തൊഴുത്തിലോ എവിടെയെങ്കിലും പോയി എത്തും. ഞാൻ തിരിച്ചു വരുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചത്. ഭാഗ്യത്തിന് വണ്ടിയൊക്കെ സ്റ്റാർട്ടായി, കുഴപ്പമില്ല. അങ്ങനെ ചാലഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മഴയിൽ നനഞ്ഞ് മഞ്ഞിൽ മുങ്ങി കുളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി മഞ്ഞായിരുന്നു മലയുടെ അടിവാരത്തു നിന്നൊക്കെ അടിച്ച് കയറി വരുന്നത്. അങ്ങനെ ഇരുട്ടി ഏകദേശം 6:30 മണി കഴിഞ്ഞു. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, പിഴിഞ്ഞ വെള്ളം വീഴുന്ന കാണാം. മൊത്തത്തിൽ സെറ്റാണ്. ഇനി വണ്ടിയിൽ പോകാൻ നേരത്തും മൊത്തത്തിൽ എന്താ പറയുക ഒരവസ്ഥയാണ്. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. ഹൈ റേഞ്ചാണ്, ഒന്നും കൂടെ പറയുന്നത്. അത്രത്തോളം തണുപ്പുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ്. അപ്പോൾ ഞാൻ തണുപ്പുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മൊത്തത്തിൽ കോടമഞ്ഞ് എല്ലായിടത്തും മുങ്ങി. മൊത്തത്തിൽ കോടമഞ്ഞ്, റോട്ടിലൊക്കെ മൊത്തം കോടമഞ്ഞാണ്. വിസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഈ വഴിക്കരയാണ് പോകാനുള്ളത്. തിരിച്ച് ഹൈ റേഞ്ചിലൊരു ടൗണുണ്ട്, അവിടെ പോയി ചായ കുടിച്ചിട്ട് വേണം തിരിച്ച് ചുരം ഇറങ്ങാൻ വേണ്ടി. രാത്രി തന്നെ ചുരം ഇറങ്ങിയേ പറ്റൂ. ഇനി മഴ എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. തുടക്കം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാറ്റും മഴയൊക്കെ ഉണ്ടാവും. എന്നാലും സൂക്ഷിച്ചൊക്കെയാണ് പോകുന്നത്. എന്നാലും ഹാപ്പി, എൻജോയ് ചെയ്തു. ആ ബജ്ജി എനിക്ക് കൃത്യമായിട്ട് കഴിക്കാൻ പറ്റില്ല, അതാണ് പോലെ. പോകുന്ന വഴിക്ക് ആനയൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വണ്ടി എടുത്തപ്പോൾ വന്നപ്പോഴേ മറ്റേ ആനപ്പിണ്ടൊക്കെ ഫ്രഷ് ഇവിടെ കണ്ടതാണ്. കാട്ടുപോത്തുണ്ട്. ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പം കാട്ടുപോത്തിന് മുമ്പിലല്ലേ വണ്ടി പാസ്സായത്. പേടിയുണ്ടോ? പേടി ഇപ്പം ഇല്ല, വരുമ്പോൾ ചിലപ്പം കാണുമായിരിക്കും അല്ലേ? ശരി. ഇപ്പോൾ ഒരു വളവിലൊരു ആന നിൽക്കുവാണെങ്കിലോ പേടിച്ചു പോയി. യുവന്മാർക്ക് നൃത്തം വരെ സ്ഥലം കണ്ടില്ലേ? ഇതെന്തിനിവിടെ നിർത്തിയേക്കണേ? ഇവിടെ ആനയുള്ള കാര്യമൊന്നും അവർക്കറിയില്ലേ? അതും വളവിലുണ്ടോ നിർത്തിയേക്കണം? പെട്ടെന്നൊരു ആനനെ കണ്ടാൽ എന്തായിരിക്കും എക്സ്പ്രഷൻ?